ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ രാവിലെ 8:15 കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ഇരുട്ടാണ്. ഇതുവരെ നേരം വെളുത്തുടങ്ങിയിട്ടില്ല. ഇന്ന് 31 ഡിസംബർ 2025, ലാസ്റ്റ് ഡേ ഓഫ് 2025 ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഡോക്യുമെൻ്റ് ചെയ്യാം എന്നുള്ളത്. ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ പാർട്ടി ഉണ്ട് ഇവിടെ. പാർട്ടി എന്നൊന്നും പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ പാർട്ടിക്ക്. അപ്പോൾ നമ്മളിന്ന് രാവിലെ മുതൽ അതിൻ്റെ പരിപാടിയിലായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, ഡാൻസ് ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 മണിക്കൂർ അതിന് വേണ്ടി നമുക്ക് എന്താ പറയുക മാറ്റി വെക്കണം. അപ്പോൾ നോക്കാം എങ്ങനെ ഈ ദിവസം പോകുന്നുള്ളത്. എനിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. എനിക്കൊരു ചെറിയ ആപ്പറ്റൈസർ ഉണ്ടാക്കാനുണ്ട് നമ്മുടെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട്. ഒരു ചിക്കൻ്റെ ആപ്പറ്റൈസർ അതും ഉണ്ടാക്കി സെറ്റാക്കി വെക്കണം എനിക്ക്. അപ്പോൾ ഇത്രയും ഇന്നത്തെ എൻ്റെ പ്ലാൻ അതാണ്. അങ്ങനെ ആ വീഡിയോ ഒന്ന് എടുത്ത് വെക്കാം, ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം. അദ്വൈയുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ അത് കാണാമെന്നാണ് ഞാൻ അത് ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ക്രിസ്മസ് ട്രീ ഒക്കെ ന്യൂ ഇയർ വെക്കണം, അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഓക്കെ, ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. രാവിലെ 8:30 എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇല്ലേ, നമുക്ക് നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് കിടക്കാം. ചിക്കൻ ഓൾറെഡി വച്ചു. ചിക്കനിലേക്ക് ഇടാൻ സവാളയും നമ്മുടെ ബെൽ പെപ്പറും അരിഞ്ഞുകൊണ്ടിരിക്കുക. അത് ജസ്റ്റ് അങ്ങനെ ഒരുപാട് ഇളക്കൊന്നും വേണ്ട. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് സവാള ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു മറ്റേ മെക്സിക്കൻ ഡിഷ് പോലത്തെ നമ്മുടെ ടോട്ടി വെച്ചിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ അതിനരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെൽ പെപ്പറൊക്കെ അരിഞ്ഞ് വെച്ചു. ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കാം. അത് ഡിഷ് വാഷറാണ് ലോഡിങ് നല്ലത്. ഇപ്പം ചെയ്തില്ലെങ്കിൽ എൻ്റെ മകൻ അവൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ നാടുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവുന്നതായിരിക്കും. കാരണം കഴിവും തുണി അലക്കും കൂടെ ചേർത്ത് ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ ഇവിടെ പോയി കൊച്ചിൻ്റെ അജിത്ത് മുകളിൽ ഫ്രഷ് ആവാൻ പോയേക്കാണ്. ഇവൻ എണീറ്റ് വന്നപ്പോൾ കുറച്ച് നേരത്തൂടെ കളിക്കുമായിരുന്നു. എൻ്റെ പണി തീർന്നപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയേക്കണേ. അതെടുക്കും കുഞ്ഞാപ്പി, പിന്നെ ഹാൻഡ് ഓവർ ചെയ്തു അച്ഛാ നമ്മുടെ കയ്യിൽ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അപ്പറ്റൈസറിൻ്റെ ഫില്ലിങ്. അത് സെറ്റാക്കി അവിടെ വച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ആദ്യം അവൻ്റെ അമ്മൂസി വിളിച്ചേക്കണ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഓൺലൈനാണ്. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ക്ലീനിങ്ങിലേക്ക് കടന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും എല്ലാവരും കിച്ചണിലായിരിക്കുന്നത്. ഞങ്ങളുടെ ഡൈനിങ് റൂമും കിച്ചണും ഒരു അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യണത്. അപ്പം ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ മേശ ചെറുതാണ്. അപ്പോൾ അതിനിങ്ങനെ വലുതാക്കാം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ. അപ്പോൾ അതും ഇട്ട് ഞാനൊന്ന് ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് ഓർത്തു എല്ലാവരും വരുമ്പോൾ. എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ സാധനം കേട്ടോ, പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിയിൽ വയ്ക്കുന്ന സാധനമാണ്. പക്ഷെ ഞാനിതിനിങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചു. നമ്മളിപ്പോൾ എന്ത് ഡിഷ് കൊണ്ടുവന്നാലും അതിപ്പോൾ നടുക്ക് നിരത്തി വയ്ക്കാനായിരിക്കുമല്ലോ പ്ലാൻ. അപ്പോൾ അതിങ്ങനെ നിരത്തി വെച്ചു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. മേശപ്പുറം അടുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ കുളിക്കാൻ കയറുക ചെയ്തത്. അപ്പം തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാർട്ടിക്ക് റെഡിയായി. ഇല്ലേ കുഞ്ചു? കുഞ്ചു ഈ വെള്ള ഡ്രസ്സിൽ എല്ലാവരും മഞ്ഞേനും മുമ്പ് ചെളിയാക്കണം കേട്ടോ. കുഞ്ചു യു ഷുഡ് സ്ലീപ് ഫോർ സം ടൈം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ഡാൻസ് ക്ലാസ് തീരും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വരും. ഓക്കെ, can you smile for mama? Can you please smile? Very bad. അപ്പോൾ നമ്മുടെ അപ്പറ്റൈസറിൻ്റെ അവസാനത്തെ പരിപാടിയിലാണ്. ജസ്റ്റ് ഇനി ചീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. സെറ്റാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീധറിൻ്റെ ചിക്കൻ കറി തുറന്നാടാ. Inside, let's see. Egg surprise, let's check it out. Put it chocolate. ഓ, എന്താ തുള്ളി തന്നേ? നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയായിരുന്നേ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ എല്ലാവരും പോട്ടിലൊക്കെ പ്ലാൻ ചെയ്തത്. ഒരാൾ വീട്ടിൽ നിന്ന് ചിക്കൻ കറിയും ഇടിയപ്പം കൊണ്ടുവന്നു. പിന്നെ ഒരാൾ കപ്പയും മീൻ കറിയും കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേര്, ഒരാൾ ചിക്കൻ കട്ട്ലറ്റും ഞാൻ ഈ ടാക്കോസും ഉണ്ടാക്കി. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും വന്നത്. എല്ലാവരും വന്ന് ഇരുന്ന് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സൊക്കെ പയ്യെ കഴിച്ചു തുടങ്ങി. കുട്ടികളെല്ലാം കളിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു.
സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞായിരുന്നു. പിന്നെ കുറച്ചേരം കഴിഞ്ഞ് സമയമെടുത്താണ് ഞങ്ങൾ മെയിൻസിലേക്ക് കിടന്നത്. മെയിൻസ് എല്ലാം സൂപ്പറായിരുന്നു, എല്ലാവരുടെയും എല്ലാ ഫുഡും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പതിവിലും വിപരീതമായിട്ട് ഹോളിലേക്ക് എല്ലാവരും കയറിയിരുന്നു. കുട്ടികൾ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളും അവിടെ പോയിരുന്നു കുറേ നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഗെയിം കളിക്കാനൊന്നും പിള്ളേർ സമ്മതിക്കാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ 12 മണിയാക്കിയത് വർത്തമാനം പറഞ്ഞ്. Happy New Year! Happy New Year! അത് Happy New Year! അങ്ങനെ നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വീട്ടിൽ ഹാപ്പി ന്യൂ ഇയർ. ഉറക്കം വന്നിരിക്കുകയാണ് ഒരാൾക്ക്, ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. ടാറ്റാ, ബൈ ബൈ.